ഞാൻ ഈ പറയുന്ന വീഡിയോയുടെ കണ്ടന്റ് ഇത് വളരെ ശ്രദ്ധിച്ച് കേൾക്കേണ്ട സംഭവമാണ്. ഇത് ഫ്യൂച്ചറുമായിട്ടുള്ള സംഭവം. ഈ അടുത്ത സമയത്ത് മൈക്രോസോഫ്റ്റിൻ്റെ ഫൗണ്ടർ ബിൽ ഗേറ്റ്സ് ഒരു ഇൻ്റർവ്യൂ കൊടുത്തു. അയാളുടെ ലേറ്റസ്റ്റ് ഇൻ്റർവ്യൂ ആണ്. അത് ലോകത്ത് മുഴുവൻ ഭയങ്കര സ്പാർക്ക് ഔട്ടാക്കിയിരിക്കുന്നത്. സ്പാർക്ക് എന്ന് പറയുന്നത് റിയൽ സ്പാർക്ക്. കാരണം ലോകത്തിൻ്റെ അടുത്ത പോക്ക് എങ്ങോട്ടെന്നാണ് പുള്ളി പറയുന്നത്. അപ്പം അതിനകത്ത് അദ്ദേഹം പറഞ്ഞൊരു പോയിൻ്റ് ഉണ്ട്. പക്ഷെ അത്രമാത്രം ഞാൻ അതികഠിനമായിട്ട് അതിനെപ്പറ്റി പറയാത്തതിൻ്റെ കാരണം നിങ്ങളത്ര വിഷമിക്കേണ്ട. പക്ഷെ നിങ്ങൾ ശരിക്കുമായിട്ട് അപ്രിഹെൻഷൻ ചെയ്ത് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് ഞാൻ ഈ പറയുന്ന ഈ ടോപ്പിക്ക്. അദ്ദേഹം പറയുന്നത് 10 വർഷം കഴിയുമ്പോൾ ലോകത്ത് MBBS ഡോക്ടർ, അതായത് ഡോക്ടേഴ്സ് എന്ന് പറയുന്നവർ ഇന്നുള്ളതിൻ്റെ 10% മതി. സോ ഹൊറിബിൾ ആ പറച്ചിൽ. അത് 10% എന്ന് പറയുമ്പോൾ കേരളത്തിൽ ഏകദേശം എത്ര 4500ഓളം MBBS സ്റ്റുഡൻസ് ഒരു വർഷം പുറത്ത് വരുന്നുണ്ട് കേരളത്തിൽ നിന്ന്. ഇപ്പോൾ ഇന്ത്യ മുഴുവനും ലോകത്തുള്ള സംഭവം എത്രയാണ്? അപ്പം അതിനകത്ത് 10 വർഷം കഴിയുമ്പോൾ അതിനകത്ത് 1% അല്ലെങ്കിൽ 2% മാത്രമേ ജോലി കിട്ടുന്നുള്ളൂ. ബാക്കിയുള്ളവർക്ക് ജോലി കിട്ടുന്നില്ല. പിന്നെ MBBS മെഡിസിനും ഡോക്ടറായിട്ട് പഠിക്കാൻ പോകുന്നവരുണ്ട്. MBBS അതായത് മെഡിസിന് പഠിക്കുന്നവരുണ്ട് മെഡിക്കൽ കോളേജിൽ. സർ ചോദ്യചിഹ്നമായി. അതേപോലെ അദ്ദേഹം പറഞ്ഞത് ടീച്ചേഴ്സിൻ്റെ ജോലി പൂർണ്ണമായിട്ടും ഇല്ലാതാകുമെന്ന് പറഞ്ഞു. നമ്മൾ ഉദ്ദേശിക്കേണ്ടത് ഈ 2 സെഗ്മെൻ്റ് എന്ന് പറഞ്ഞ്, അതായത് ഹെൽത്ത് സെക്ടറിലുള്ള ഡോക്ടേഴ്സ്, എഡ്യൂക്കേഷൻ സെക്ടറിലുള്ള ടീച്ചേഴ്സ്, ഈ 2 സെഗ്മെൻറ്റിലും പുള്ളിയുടെ കമൻ്റ് എന്ന് പറയുന്നത് 2 ജോലിയില്ലാതാണ്. ഇപ്പം റയറസ്റ്റ് ആൻഡ് റയർ എന്ന വാക്കാണ് ഇൻ്റർവ്യൂവിൽ ഉപയോഗിച്ചേക്കുന്നത്. അങ്ങനെയുള്ള ഡോക്ടേഴ്സിന് മാത്രമേ ഇവിടെ ജോലിയുള്ളൂ. അല്ല, സാധാരണ ഡോക്ടേഴ്സിൻ്റെ ജോലിക്ക് ആവശ്യമില്ല. അപ്പം നമുക്ക് നോക്കാം എന്താണ് ഈ പറഞ്ഞതിൻ്റെ പുറകിലുള്ള സംഭവം. അപ്പം ഞാൻ നിങ്ങൾക്ക് 1 വർഷം മുമ്പ് 6 മാസം മുമ്പൊരു വീഡിയോ ഞാൻ പറയും AI ഉപയോഗിച്ചുള്ള പലതും, അതായത് പല സെക്ടറിലും പലതും ജോബ് കട്ട് ചെയ്യും. ഇപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് ലോകത്ത് പലയിടത്തും എക്സ്പെരിമെൻറ്റും ഒക്കെ നടന്നുകൊണ്ടിരിക്കും. ഇപ്പം ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്ത് US യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കുന്ന ഒരു സീനിയർ ഡോക്ടർ അദ്ദേഹമായിട്ട് ചർച്ച ചെയ്ത് എന്തുവാണ് ഈ പറയുന്നതിൻ്റെ ഉദ്ദേശം. കാരണം ഞാൻ ഈ ഫീൽഡുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. പക്ഷെ അറിയാവുന്നവരോട് ചോദിച്ച് മനസ്സിലാക്കുമ്പം ഇതിനെപ്പറ്റി എക്സാക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയും. അപ്പോൾ എല്ലാവർക്കും പ്രിവിലേജ് ആയിട്ടുള്ള ജോലിയാണ് ഡോക്ടർ, അതായത് ടീച്ചർ എന്നൊക്കെ പറയുന്നത്. അതിനെ ഒന്നും ബാധിക്കത്തില്ല എന്നുള്ള ധാരണയായിരുന്നു പലർക്കും ഇപ്പോഴും നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് എല്ലായിടത്തും മെഡിക്കൽ കോളേജ് സ്റ്റുഡൻസ് ഇങ്ങനെ തള്ളിക്കയറുന്നത്. ഗ്ലോബലായിട്ട് ഇന്ത്യയിൽ അല്ലെങ്കിൽ ഗ്ലോബലായിട്ട് എവിടെയെങ്കിലും ജോലി കിട്ടും. മനസ്സിലാക്കേണ്ട ഒരു സംഭവമുണ്ട്, യാഥാർത്ഥ്യം. ഞാൻ ആ ഡോക്ടറോട് ചോദിച്ചപ്പോഴും, സീനിയറായിട്ടുള്ള പ്രൊഫസറാണ്, ലോകത്തിൽ അറിയപ്പെടുന്ന യൂണിവേഴ്സിറ്റിയിൽ സീനിയറായിട്ടുള്ള ഒരു ഫാക്കൽറ്റി മെമ്പറാണ് അദ്ദേഹം, മലയാളിയാണ്, കോട്ടയംകാരൻ. അപ്പം അദ്ദേഹം പേര് പറയണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഞാനത് പേര് മാറ്റിവെക്കുന്നു. അദ്ദേഹം പറഞ്ഞ വളരെ സത്യമാണ്. അതായത് ഇപ്പോൾ ഒരു ബ്ലഡ് ഇപ്പം നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്ന ലാബുകൾ, എല്ലാത്തിനും ലാബ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ പറയാൻ പറ്റും. പല ടെസ്റ്റുകളുണ്ട്. പക്ഷേ AI ഉപയോഗിച്ചുള്ള സാധനം ഒരു ഡ്രോപ്പ് അതിൻ്റെ തിട്ട് കഴിഞ്ഞാൽ കംപ്ലീറ്റ് റിസൾട്ടിങ് വരുവാണ് വിത്തിൻ മിനിറ്റിനുള്ളിൽ. എന്താണ് പ്രശ്നം, എന്തൊക്കെ കുറവുണ്ട്, എന്തൊക്കെയുണ്ട്, ഏറ്റവും സെറ്റിങ് കയറി വരുമോ. പുള്ളി പറയുന്നത് അത് ഓക്സ്ഫോർഡിലൊക്കെ ഏകദേശം 40 മില്യണോളം
ലോകത്ത് പലയിടത്തും പോയിട്ട് സാമ്പിളിൽ നിന്നെടുത്തുള്ള സാധനം വെച്ചാണ് ഈ എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതുകൂടി കാര്യം മനസ്സിലാക്കുക, ലാബുകൾ മുഴുവൻ പൂട്ടും. പിന്നെ എന്തിനാ ഈ ലാബിൻ്റെ ആവശ്യം? ഇത്രയും വലിയ ടെസ്റ്റുകൾ നടത്താൻ വേണ്ടി ഇത്രയും പണം നമ്മൾ കൊടുക്കുന്നുണ്ട് പല ആശുപത്രിയിലും, അതിൻ്റെ ആവശ്യമില്ല. മനസ്സിലാക്കുക, ആ ജോബ് മുഴുവൻ കട്ടായി, അതിൻ്റെ പണം കുറഞ്ഞു. അതായത് നേരത്തെ ലാബ് ടെസ്റ്റിൽ ഇത്രമാത്രം പണം കൊടുക്കേണ്ടതിൻ്റെ 1% മാത്രം മതി AI എക്യുപ്മെൻറ്റ്സ്. പിടികിട്ടി? ജോബും മാത്രമല്ല, ഒരു പേഷ്യൻറ്റിന് പണം കൊടുക്കുന്നതിൻ്റെ എമൗണ്ടും കുറഞ്ഞു. 2 എണ്ണമാണ് ഇതിനകത്തുണ്ടായിരിക്കുന്നത്. ഒരു സിമ്പിളായിട്ട് വേറെ കാര്യം പറയാം. കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ സർജറി, അപ്പം അതിനെടുക്കുന്ന മിനിമം ഒരു 5 മുതൽ 7 മണിക്കൂർ ടൈമാണ് എടുക്കുന്നത്. അപ്പം ഇതിൻ്റെ അകത്ത് ഈ ഡോക്ടർ പറയുന്നത് അതിനകത്ത് ഒരു 40 to 50% സർജിക്കൽ എറർ വരാൻ സാധ്യതയുണ്ട്. കാരണം ലോങ് പ്രോസസ്സാണ്. പക്ഷേ ഉപയോഗിച്ച് സർജറി ചെയ്ത് കഴിഞ്ഞാൽ ഈ സർജിക്കൽ പ്രോസസ്സിൽ എറർ എന്ന് പറഞ്ഞ 0 ഇപ്പം എന്നോട് പുള്ളി വിവരിച്ചു തന്ന, ഇപ്പം അനസ്തേഷ്യ കറക്റ്റായിട്ട് എത്ര കൊടുക്കണം, എത്ര മണിക്കൂർ, ഇതൊക്കെ ഒരു ഡോക്ടറാണ് മോണിറ്റർ അഡ്മിനിസ്ട്രേഡ്. അത് ഡോക്ടറൊക്കെ നിൽക്കും, നേഴ്സൊക്കെ വരും. അത് കഴിഞ്ഞിട്ട് അവരുടെ റോൾ കഴിഞ്ഞ് അവർ ക്യാബിനിലോട്ട് കയറി മറിഞ്ഞിരിക്കുന്ന അപ്പുറത്തെ സൈഡിൽ ഇരിക്കുന്ന 2 അല്ലെങ്കിൽ ഒരു AI റോബോട്ട്, അതായത് യന്ത്രമനുഷ്യൻ വന്ന് സർജറി ചെയ്യുക. 1% പോലും ഫെയിലർ ഇല്ല. അതേപോലെ പോസ്റ്റ് സർജറി റിക്കവറി എന്ന് പറയുന്നത് 7 മുതൽ 8 ദിവസം. ഇവിടെ 5 മുതൽ 6 മണിക്കൂറേ ഉള്ളൂ. അത്ര ഷാർപ്പാണ്. മനസ്സിലായോ? അതായത് നിങ്ങൾ ഒരു ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ ഇപ്പോൾ 10 ലക്ഷം രൂപ കൊടുക്കുമ്പോൾ AI ടൂൾ വെച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്കാകെ ചിലവാകുന്നത് 1 മുതൽ 1.5 ലക്ഷമേ ഉള്ളൂ. നിങ്ങൾ പിന്നെ അവിടെ പോകും ഇവിടെ പോകും, സർജിക്കൽ എററില്ല, ഒന്നുമില്ല, ഒരു പ്രശ്നമില്ല. അടുത്ത ഈ ഡോക്ടർ പറഞ്ഞ കീമോതെറാപ്പി, ക്യാൻസർ വന്ന പേഷ്യൻ്റ്. ഇതിനകത്ത് ഈ തെറാപ്പി ചെയ്യുമ്പോൾ 2 ഉണ്ട്, ഐദർ ദിസ് സൈഡ് ഓർ ദാറ്റ് സൈഡ്. നിങ്ങൾക്കറിയാം അത്. കാരണം ചിലപ്പോൾ ഇത് വേസ്റ്റ് ആവും, ചിലപ്പോൾ ഇത് ഹീലാവും. വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ 100% ഹീലാവും. ഐദർ ദിസ് സൈഡ് എന്നുള്ള സംഭവമില്ല. പിടികിട്ടി ഈ സംഭവം? മനസ്സിലായി കാണും. കാരണം ഞാൻ ഇപ്പോഴും പറയും, ഞാനൊരു ടെക്നിക്കലി ഡോക്ടറല്ലേ, എനിക്ക് ഇതിനെപ്പറ്റി വലിയ കാര്യങ്ങളൊന്നും അറിയത്തില്ല. അപ്പം അതിൻ്റെ ചെലവെന്ന് പറയുന്നത് 10-1 കുറഞ്ഞു. പെട്ടെന്നാണ് ചെയ്യുന്നത്, എറർ ഉണ്ടാവുന്നില്ല. അതേപോലെ നിങ്ങൾക്കറിയാം, കീമോ ഒക്കെ ചെയ്യുന്നവർക്ക് പല മെഡിസിൻ്റെയും പ്രശ്നങ്ങളുണ്ടാകും. കാരണം അതിൻ്റെ പ്രശ്നങ്ങളുണ്ടാകാറുണ്ട്. അതൊന്നും ഇവിടെ ഇല്ല. അക്യുറേറ്റാണ്, കറക്റ്റായിട്ട്. ചില ആൾക്കാർക്ക് മുടി കൊഴിഞ്ഞു പോകാറുണ്ട്. അതൊന്നുമില്ല ഇവിടെ. അതുകൊണ്ട് ഹീലിംഗ് എന്ന് പറയുന്നത് 100%. മറ്റേ ഹീലിംഗ് വളരെ കുറവ്. ഇതെല്ലാം കൂടെ കമ്പയർ ചെയ്യാൻ പറഞ്ഞു. കാരണം ടെസ്റ്റ്, അതേപോലെ അകത്തുള്ള ബയോപ്സി, അങ്ങനെയുള്ള പല ടെസ്റ്റുകളല്ലേ ചെയ്യുന്നു. പിന്നെ എങ്ങനെ ഇവിടെ ഡോക്ടേഴ്സിന് ജോലി വരുന്നു? മോണിറ്റർ ചെയ്യാൻ. അതായത് 10 വലിയ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ഈ പറയുന്ന സംഭവം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം 100 ഡോക്ടേഴ്സ് ഉണ്ട്. നേരെ അതിൻ്റെ അകത്ത് 5-6 പേര് മതി. സമയവും കുറവ്, സാമ്പത്തിക ലാഭം എല്ലാം കൊണ്ട്. അതായത് 10 വർഷം കഴിയുമ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞ പിടികിട്ടിയോ, പല ജേർണൽസും ഇദ്ദേഹം എനിക്ക് അയച്ചു തന്നു ലിങ്ക്, ഇതുമായി ബന്ധപ്പെട്ട സംഭവങ്ങളൊക്കെ. അപ്പം ഞാൻ നോക്കിയപ്പം ഈ ബിൽഗേറ്റ്സ് പറഞ്ഞ 100% കറക്റ്റ്. ഗ്ലോബലായിട്ടുള്ള പല കമ്പനികളും ഇത് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ വരാൻ പോകുന്ന പുള്ളി പറയുന്നത് ഈ ക്യാൻസർ എന്ന് പറഞ്ഞ അസുഖത്തിനെതിരെ പൂർണ്ണമായിട്ട് റെമഡി ഉണ്ടാവും AI ഉപയോഗിച്ച്, അതും വളരെ ചീപ്പായിട്ട്. കാരണം ഇന്നും ഗ്ലോബലായിട്ട് ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ്. കാരണം അതിനെപ്പറ്റി ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അതായത് ഇയർലി ആയിട്ട് ഇത് കണ്ടുപിടിക്കും വളരെ നേരത്തെ. കാരണം വരാൻ സാധ്യതയുണ്ടോ, ഇതാണ് ഇവിടുത്തെ ഇഷ്യൂ. വരാൻ സാധ്യതയുണ്ടോ, 5 വർഷം മുമ്പ് വരാൻ സാധ്യതയുണ്ടോ, അത് ഇതേപോലെ ടെസ്റ്റ് ആവും. അതിന് പറ്റിയ വാക്സിൻ തയ്യാറാക്കിയിട്ടുണ്ട്, അതങ്ങ് കൊടുക്കും. എവറിത്തിങ് ഈസ് ചേഞ്ചിങ്.
അതായത് ഹെൽത്ത് എന്ന് പറയുന്നതിൻ്റെ പണം ചെലവാക്കുന്നതിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് കുറയും. അതുമല്ല, മാൻ പവറിൻ്റെ ആവശ്യമില്ല. എല്ലാം യന്ത്രമനുഷ്യൻ വന്ന് ഇത് ചെയ്ത് റെഡിയാക്കി വളരെ പെട്ടെന്ന് സമയം കുറവോടുകൂടി ചെയ്ത് കൊടുക്കുക. പിന്നെ ഡോക്ടേഴ്സിനോട് ജോലിയുള്ളൂ. ഇപ്പോൾ പറഞ്ഞ ഇത് നിങ്ങൾക്കിത് പിടികിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കും. അതായത് പല പേരൻസും പല കുട്ടികളും MBBS-നും മെഡിസിനൊക്കെ പഠിക്കാൻ പോകുന്ന പല കുട്ടികളും മനസ്സിലാക്കുക, ഇത് റിയാലിറ്റിയാണ്. അതായത് 10 വർഷം കഴിയുമ്പോൾ ഞാനീ പറയുന്ന 10% എന്ന് പറഞ്ഞാൽ തന്നെയും വളരെ ചീപ്പാണ്. ഒന്ന്, കാരണം ഇതിന് ഇത്രയും എമൗണ്ട് ആവുന്നുള്ളൂ. 2, കാരണം എല്ലാവർക്കും അഫോർഡബിൾ ആണ്. പെട്ടെന്ന് റിക്കവറി, എററില്ല. ഈ സൈഡ് എഫക്ട്സ് എന്ന് പറയുന്നത് 0 ആകുന്നു. പിന്നെ ആൾക്കാരങ്ങോട്ടല്ലേ പോകത്തുള്ളൂ. പിന്നെ എന്തുവിനാ ഈ 10 ദിവസം 20 ദിവസം പോയി ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യം എന്തുവാ? എല്ലാം വളരെ ഈസി ആയിട്ട് ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് പ്രഡിക്റ്റ് ചെയ്ത് തരുക. അപ്പോൾ ഇതാണ് ലോകത്തിൻ്റെ ഏറ്റവും വലിയ ഇത് വളരെ റാപ്പിഡായിട്ടങ്ങ് പോകും. അതാണ് ബിൽ ഗേറ്റ്സ് പറഞ്ഞ 10 വർഷം. ഇനി അതേപോലെ തന്നെ ഈ ടീച്ചേഴ്സ്, അതായത് ഒരു തലമുറയെ വാർത്തെടുക്കുന്നത്, അതായത് കിൻഡർ ഗാർഡനും ഈ സംഭവം എല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ AI ഉള്ള ചില ടൂൾസ് ഞാൻ ഈ ChatGPT-യിലും മറ്റൊക്കെ നോക്കി. ഒരു ടീച്ചറാണെങ്കിൽ നമുക്ക് ഇമോഷണൽ ടച്ചിങ് എന്നൊക്കെ പറയും. ഇതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. കാരണം AI-യോട് ആ ടീച്ചറിനോട് എത്ര പ്രാവശ്യം വേണമെങ്കിലും ചോദിക്കാം. ഒന്ന് മനസ്സിലായത് വീണ്ടും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും. എവിടെയും മടുക്കുന്നില്ല. ഇൻ ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിച്ച് ഒരു കുട്ടിയുടെ എല്ലാ പ്രശ്നങ്ങളും അറിഞ്ഞ് അവൻ ഇന്നടത്തെ ഭാഗത്ത് വീക്കുന്ന ഇന്നത് അവന് മനസ്സിലാകുന്നില്ല, ഇന്ന ഭാഗം പോസിറ്റീവ് സ്ട്രെങ്ത് ഉണ്ട്, അതവന് മനസ്സിലാകും. അപ്പം അതേപോലെയുള്ള ടീച്ചേഴ്സിൻ്റെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഹ്യൂമൻ ടീച്ചേഴ്സിൻ്റെ വാല്യൂ എന്തുവാ? കാരണം എന്താണല്ലോ പലരുടെ കാര്യമായിട്ട് A-to Z പഠിപ്പിച്ചു കൊടുക്കും. പിന്നെ ഇതിൻ്റെ ടീച്ചേഴ്സിൻ്റെ പറയാൻ പോകുന്നു കറക്റ്റായി പറയാൻ സംഭവം. കാരണം ഇതിൻ്റെ അതിൻ്റെ ആ 1-2 ലിങ്ക് എടുത്ത് ഞാൻ നോക്കി. നമ്മൾ എന്ത് ചോദ്യം ചോദിച്ചാലും കറക്റ്റായിട്ട് എനിക്ക് മനസ്സിലാകുന്ന രീതിയിൽ, എൻ്റെ എവിടെയാണ് എനിക്ക് മനസ്സിലാകാൻ പറ്റാത്ത പ്രശ്നം അത് എന്നെ മനസ്സിലാക്കുന്നു എന്നിട്ട് എനിക്ക് പറഞ്ഞു തരുന്നു. അപ്പം അങ്ങനെ ഒരു ഹ്യൂമൻ ടീച്ചറിന് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ. ഞാൻ ഈ പറയുന്ന പോയിന്റ് മനസ്സിലാക്കുക. പിന്നെന്തോ ഒരു ടീച്ചറിൻ്റെ ആവശ്യം? ഇപ്പോൾ എന്ന് പറയുന്നപ്പോൾ ഏറ്റവും ഔട്ട്സ്റ്റാൻഡിങ് ടീച്ചർ ആയിരിക്കണം. അപ്പം ഇന്നത്തെ നിലനിൽക്കുന്ന ഒരു ഔട്ട്സ്റ്റാൻഡിങ് ഉള്ള ടീച്ചറിനേക്കാളും ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള ഒരു ഡോക്ടറെക്കാളും വലുതാണ് ടീച്ചറും ഡോക്ടർ എന്ന് പറയുന്നത്. അവർക്കെവിടെയും തെറ്റുന്നില്ല, ഹ്യൂമൺ തെറ്റുന്നുണ്ട്. അതും വളരെ ചീപ്പായിട്ട് വളരെ വില കുറച്ച് എല്ലാ കാര്യങ്ങളും A-to Z പഠിപ്പിച്ച കയ്യിൽ തരുവാണ്. പിന്നെ സർജറി വേണമെങ്കിൽ സർജറി, മറ്റെന്ത് വേണമെങ്കിലും. ഇപ്പം ഇത് പലയിടത്തും പല മൾട്ടി സ്പെഷ്യാലിറ്റി ഗ്ലോബലായിട്ട് പല ആശുപത്രികളിലും, ഇൻക്ലൂഡിങ് ഷേബ മെഡിക്കൽ സെൻറ്റർ ടെലവീവ്, അവിടെയൊക്കെ ഇത് എക്സ്പെരിമെൻ്റ് ചെയ്ത് സക്സസ് റേറ്റാണ്. അപ്പം അതുകൊണ്ടാണ് പല ആശുപത്രികളും പറയുന്നത് അവർക്ക് ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് 100% ഹീൽ ചെയ്യുന്നു. അതാണ് ഇതിൻ്റെ കാര്യം എന്ന് പറയുന്നത്. അല്ല, നമ്മളിത് ഹ്യൂമൻ വെച്ചുള്ള ഗെയിമല്ല ഇത് ഗെയിം എന്ന് പറയുന്നത്. അപ്പോൾ ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അതായത് സമയക്കുറവ്, പണക്കുറവ്, 100% ഹീലിംഗ്. പിന്നെ ഞാൻ എടുത്ത് പോകും, ഇത്രയും പണം കൊടുത്ത് മനുഷ്യൻ്റെ അടുത്ത് പോകും. ക്വസ്റ്റ്യനാണ് സംഭവം. അപ്പം ബിൽ ഗേറ്റ്സ് ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ അതിനെപ്പറ്റി കൂടുതൽ റിസർച്ച് ചെയ്യുക, കൂടുതൽ സ്റ്റഡി ചെയ്യുക. കാരണം ഇത് ഒരു ഗ്രൗണ്ട് റിയാലിറ്റിയാണ്. കാരണം നമ്മൾ ഈ പണം സ്പെൻഡ് ചെയ്ത് 10, 50 ലക്ഷം, 1 കോടിയൊക്കെ കൊടുത്ത് മെഡിക്കൽ കോളേജിൽ പോയി പഠിച്ചിട്ട് പിന്നീട് നമ്മൾ നോക്കുന്നത് അങ്ങനെ ഒരു ജോലി പോലും എവിടെയില്ല. അത് വല്ലാത്തൊരു സംഭവം അത്. കാരണം അതാണ് എന്ന് പറഞ്ഞ് ലോകത്തെ മുഴുവനും മാറ്റിമറിക്കുമെന്ന് ഞാൻ പല ആവർത്തി പല വീഡിയോയിലും ഏകദേശം 1 വർഷം കൊണ്ട് പറയുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഗ്രൗണ്ട് എന്ന് പറയുന്ന സംഭവം ഓരോന്നായിട്ട് പുറത്ത് വരികയാണ്. അതായത് ജോബ് കട്ട് എന്ന് പറയുന്നത് എലീറ്റ് ജോബിനെ പോലും കട്ട് ചെയ്യും. ഡോക്ടറാണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും ഇതേപോലൊക്കെ സർവീസ് ചെയ്യുന്നവരുടെ ജോബ് ഇത് കട്ട് ചെയ്യും. അപ്പം ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഇപ്പം
ഓരോന്ന് നിങ്ങൾ ഞാൻ ഈ പറയുന്നത് മാത്രമേ ഉള്ളൂ, നിങ്ങളിത് വ്യക്തമായിട്ട് സ്റ്റഡി ചെയ്യണം. നിങ്ങൾ പലയിടത്തും പോയി പല റിസർച്ച്, ഇതിൻ്റെ ഇഷ്ടംപോലെ ഗൂഗിൾ റിസർച്ചിലുണ്ട്, ഇഷ്ടംപോലെ ലിങ്കുകളുണ്ട്. ഇതൊക്കെ വായിച്ചിട്ട് മാത്രമേ, കാരണം ഈ ന്യൂസ് യു ക്യാൻ യൂസ് എന്നാണ് എൻ്റെ ഫിലോസഫി. കാരണം ഫ്യൂച്ചറിൽ അത് യൂസ് ചെയ്തോണം. ഇപ്പോൾ അത് വായിച്ച് തള്ളരുത്. അതായത് വെറുതെ തള്ളായിട്ട് എടുക്കരുത്. കാരണം ഇത് നിങ്ങളുടെ യൂസിനും കൂടെ, എൻ്റെ യൂസിനും കൂടെ, നമ്മുടെ യൂസിന് വേണ്ടിയാണ് ന്യൂസ് എന്ന് പറഞ്ഞ സാധനം. അല്ലാതെ ഉള്ളി തൊലിക്കുമ്പോൾ അവസാനം ഒന്നും അല്ലാതായിട്ട് വരും, അതല്ല. അതാണ് ന്യൂസ് യു ക്യാൻ യൂസ് എന്ന് പറയുന്നത്. ഇതിനെപ്പറ്റി നിങ്ങൾ കാര്യമായിട്ടും സീരിയസ് ആയിട്ടും ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. ഒരു പ്രത്യേക അറിയിപ്പുണ്ട്. നിങ്ങൾക്കറിയാം, ഏകദേശം 2-3 ആഴ്ചയായിട്ട് ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്തിരുന്നു. അതായത് എക്സ്പാൻഷൻ പരിപാടിയുണ്ട്, അതിന് നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ ആവശ്യമാണ്. അപ്പം നിങ്ങൾക്കറിയാവുന്ന വസ്തുതയാണ്, ആൾക്കാർ ചെറുതും വലുതുമായിട്ടുള്ള അവർ വലിയ രീതിയിലാണ്, ഞാൻ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും വളരെയധികം ആണ് അതിൻ്റെ റെസ്പോൺസ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ നിങ്ങളോട് വാക്ക് പാലിച്ചതിൻ്റെ പേരിൽ, നിങ്ങൾക്കറിയാം, ഞാൻ നേരത്തെ തമിഴ് സ്റ്റാർട്ട് ചെയ്തു, ഇംഗ്ലീഷും സ്റ്റാർട്ട് ചെയ്തു പാർഷ്യലി. ഏകദേശം 8ഓളം പേരെ ട്രെയിനിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരാഴ്ച കഴിയുമ്പോൾ അത് ഫുൾ ഫ്ലഡ്ജ് ആയിട്ട് ഇംഗ്ലീഷും സ്റ്റാർട്ട് ചെയ്യും. അതിനകത്ത് വേറെ ന്യൂസ് ആങ്കേഴ്സും ന്യൂസ് പ്രസൻറ്റേഴ്സും ഒക്കെ ഉണ്ടാകും. ഇനി മലയാളത്തിലും ഉണ്ടാകും. അതിൻ്റെ ട്രെയിനിങ്ങിന് ആളെ എടുക്കണം. പിന്നെ ഹിന്ദി അടുത്ത മാസത്തോടു കൂടി ഹിന്ദി സ്റ്റാർട്ട് ചെയ്യും. അതേപോലെ തന്നെ ബംഗാളി, കാരണം ഞാൻ കേരളത്തിനേക്കാളും കുറച്ച് പോപ്പുലർ ബംഗാളിലായി ശാരദ സ്കാമുമായിട്ട് ബന്ധപ്പെട്ട് ബംഗാളിൽ സ്റ്റാർട്ട് ചെയ്യും. വരാൻ പോകുന്ന 2-3 മാസത്തിനുള്ളിൽ ഏകദേശം 6-7ഓളം, ഇൻക്ലൂഡിങ് കന്നഡ ഉൾപ്പെടെ, തെലുങ്ക് ഉൾപ്പെടെ, മറാഠ ഉൾപ്പെടെ ഭാഷകളിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കണ്ടന്റും വീഡിയോകളും വ്യത്യസ്തമായ ഭാഷകളിൽ ഉണ്ടായിരിക്കുന്നതായിരിക്കും. സഹകരിച്ച എല്ലാവർക്കും വീണ്ടും നന്ദി പറയുവാൻ വാക്കുകളില്ല. ഇതിൻ്റെ താഴെ എവിടെയാണ് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ട ഡീറ്റെയിൽസ് ഉണ്ട്. വീണ്ടും നന്ദി പ്രകാശിപ്പിക്കുന്നു.